ഒന്നുമില്ല ഇങ്ങോട്ട് വന്നെ. ഞാൻ പോയപ്പോ തന്നെ കണ്ട്, അതുകൊണ്ട് അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ടതാ? ഇന്ന് പ്രത്യേക ഒരു ഇഷ്ടം അതെനിക്ക് അറിഞ്ഞില്ല. എന്താണ് സംഭവം? പറ. സംഭവം ഒന്നുമില്ല, ഇല്ല, ചുമ്മാ തന്നെ കാണാൻ വേണ്ടി വന്നു. എന്തോ ഉണ്ട്, പറയട്ടെ. എന്തോന്നാണ്? സത്യമായിട്ടൊന്നുമില്ല. ഒന്നും ഇല്ലാതെ ഇങ്ങനെ വന്ന് അടുക്കളയിൽ വന്നിരുന്ന് എന്നെ നോക്കിക്കൊണ്ടിരിക്കും. ദോഷമാണെങ്കിൽ ഞാൻ ചൂടാ. അയ്യോ, എന്തിന്? നീ ചുമ്മാ എപ്പോഴും ഇവിടെ ദോശയ്ക്കകത്ത് കിടന്ന് മറിയണത്. നിന്റെ അടുക്കള പറഞ്ഞ മതി. ഞാൻ ദോശ കൊടുത്തു. ശരിക്ക് ചേട്ടൻ അറിഞ്ഞു? അതായില്ല. ഇന്നിപ്പോ ഇത്രയൊക്കെ അറിഞ്ഞു. പിങ്കി കൊടുക്കല്ലേ നമുക്ക്? ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ വളരെ സ്നേഹത്തോടാണ് ഇവിടെ വന്നത്. പക്ഷെ എന്റെ സ്നേഹം ഒറ്റയടിക്ക് അടപ്പിച്ചളയില്ല. പിങ്കി കുങ്കി എന്നെല്ലാം പറഞ്ഞു. ചുമ്മാ ചേട്ടാ, നമ്മളിങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കും കൃത്യ പെണ്ണ് പ്രത്യക്ഷപ്പെടും, കേട്ടോണ്ട് വരും, പിന്നെ മോഹം കുറിപ്പിച്ചോണ്ട് വരും. ഞാൻ അപ്പോഴേ പറഞ്ഞു ചേട്ടൻ അറിഞ്ഞുകൂടാ ഇങ്ങോട്ട് എന്നെ പഠിപ്പിച്ച. പക്ഷെ ഇനിയിപ്പോ ഇത് എന്തോ നീ ഇത് കളയാനേ പറ്റും. അത് ഉപ്പുമാണെന്ന് പറഞ്ഞാൽ അവള് തിന്നോളൂ, അതിലിട്ട് കൊടുത്താൽ. ഒരു കാര്യം ചെയ്ത് എന്തു ചേട്ടാ കാണിക്കണേ? എന്തോ ഞാൻ കാണിച്ച്? ചുമ്മാ ആ പെണ്ണ് കുട്ടിച്ചാത്തനാണത്. അതുകൊണ്ട് തോന്നുന്നു കുട്ടിച്ചാത്തിന് ഉമ്മയെ കിട്ടുന്നുണ്ട്. ചേട്ടാ, അവള് മുട്ട വിഷയക്കാരിയാണ്. അവൾക്ക് ഇത് കണ്ട അപ്പ ഭ്രാന്തൊടി. എനിക്കറിയൂടാ, ആ പെണ്ണങ്ങനെ ഒരു വട്ടുണ്ട്. സത്യം. ലവ് ബേർഡ്സിനെല്ലാം വാങ്ങിച്ച കൂട് പറഞ്ഞോളൂ, ഒന്നിനെ പറത്തി വിടുമല്ലോ. ആ സ്വഭാവം ഞാൻ പറഞ്ഞില്ലേ? ഇവിടെ ഒന്നും ചേർത്തുന്നില്ല. ഇങ്ങനെ ഞാൻ വെറുതെ എന്തിനാ വന്നത്? ഞാൻ ചുമ്മാ. നിനക്കൊന്നും തോന്നുന്നു? എനിക്കൊന്നും തോന്നല്ല. ഞാൻ ഈ മുഖം വെച്ച് കണ്ടിട്ട് നിനക്കൊന്നും മനസ്സിലായില്ല? നല്ല സുന്ദരമായ മോന്ത. ഇറങ്ങി പോടി. ഫുഡൊന്നും ആയില്ല. പിന്നല്ല, ഞാൻ എന്റെ ഭാര്യയോട് നീ എന്തിനു പറഞ്ഞു? നിന്റെ നീ എത്ര വർഷം പറഞ്ഞു അങ്ങനെ വന്നിക്കില്ലെന്ന്? നിങ്ങൾ എന്തോന്ന് ഇങ്ങനെയൊക്കെ പറയണേ? നീ വന്ന സമയം കണ്ട ദോശ കിണ്ടി പറഞ്ഞു ഇപ്പൊ കൊത്തു ദോശ എങ്ങനെ കിണ്ടി പറയാതെ കാണ്ടാമൃഗത്തിന്റെ തൊലിയാണ് വന്ന് കയറിയപ്പോഴേ എനിക്ക് മനസ്സിലായി. ഞാൻ കണ്ട് നിങ്ങൾക്ക് നാണമില്ലേ? നിനക്ക് നാണമില്ലേ? അത് അങ്ങോട്ടല്ലേ ചോദിക്കേണ്ടത്? എന്തിന്? പ്രായപൂർത്തിയായ ഒരു കൊച്ചുള്ള ഉള്ള വീടാണെന്ന് അറിയാമോ? അതുകൊണ്ട് എവിടെ കേട്ടത്? എവിടെ പ്രായപൂർത്തിയായത്? നിനക്കറിയാമോ നിനക്ക് പ്രായപൂർത്തിയായെന്ന്? അപ്പൊ നീ പിന്നെ എന്തിനാ ഇവിടെ കെട്ടിക്കൊണ്ടിരിക്കുന്നത്? പൊക്കിക്കൂടി. ഒരു ഭാര്യയും ഭർത്താവ് സ്നേഹിച്ചോണ്ടിരിക്കുന്നു. നിനക്ക് എടി, നീ ശരിക്കും ഇപ്പൊ എന്തിനാണ് ഇവിടെ വന്നത്? ഫുഡ് കഴിക്കാൻ. ഫുഡ് കഴിക്കാനാണോ അതോ നമ്മളെന്തോ സംസാരിക്കണം നൊളിഞ്ഞു കേൾക്കാനാണ്? പിന്നെ നിങ്ങൾ സംസാരിക്കുന്ന നേരത്തെ ഞാൻ ഗണിച്ചറിഞ്ഞു. എടി, സാധാരണ നീ ഡൈനിങ് ടേബിളല്ലേ ഇരിക്കുള്ളൂ. നീ ഇവിടെ വരെ ഒന്ന് അന്വേഷിച്ചു. നീ അടുക്കളയിലോട്ട് കാല് കുത്തുന്നതേ കുറവാണല്ലോ. അത് സാധാരണയല്ലേ, ഇന്ന് ഞാൻ ഇച്ചിരി അസാധാരണമായിട്ട് ചെയ്യാൻ. അതെനിക്ക് തോന്നി. നമ്മളെപ്പോ ഒരുമിച്ച് സംസാരിച്ചാലും നീ അസാധാരണമായിട്ട് മാറും. അത് ഞാൻ പറഞ്ഞതുള്ളൂ ഇപ്പൊ ചേട്ടൻ്റെ അടുത്ത്. പങ്കൂട്ടാ നീ വേണ്ട ചക്കര് മക്കൾ അവിടെ നോക്കിയോ? അങ്കിളും അപ്പച്ചി ഇവിടെ സംസാരിക്കണ കണ്ട? പിന്നെ എന്തിനാണ് നീ സ്വർഗത്തിലെ കട്ടുറുമ ഇവിടെ പൊടുത്തു നിൽക്കണത്? ശബാമേ, നിനക്ക് പോയി തൊലഞ്ഞുകൂടി. ഓ, ഇതൊരു തറ പരിപാടിയല്ലേ നീ കാണിക്കണത്? എന്റെ ചേട്ടൻ വല്ലപ്പോഴേ സത്യം പറയുള്ളൂ. എടി, ഇനിയെങ്കിലും ഒന്ന് ഇറങ്ങി പോടി. ഒന്ന് കുന്തമേ, നീ ഒന്ന് പോ. ചേട്ടാ, അവൾക്ക് അല്ലെങ്കിൽ നമ്മളെ സ്നേഹിച്ചിരിക്കുമ്പോൾ അവള് പിടിക്കൂല കേട്ടോ. അവൾക്ക് എങ്ങനെയെങ്കിലും അത് തൊലയ്ക്കണം. ഞങ്ങളെ സ്നേഹം എവിടെ വരെ പോകുന്നത് നമുക്ക് കാണല്ലേ? എടി എടി എടി, പ്രാവണോ നീ? അപ്പൊ ഞാൻ പ്രാവണെന്നുമായി. ശരി, ഞാൻ പോണം. നീ ഒന്ന് പോടി. ഒന്ന് പോവെന്നെ. നീ പോ. നീ വരല്. കേരളത്തിൽ ലഹരി മാഫിയ പിടിമുറുക്കുന്നു. പത്രം തുറന്ന പീഡനവും മയക്കുമരുന്നും തന്നെ. ഈ പോലീസുകാരന്മാരൊക്കെ എവിടെ ചെന്ന് കിടക്കണത്? പോലീസ് സ്റ്റേഷനിൽ കയറി പോലീസിനെ മർദ്ദിച്ചു. ഒയ്യോ, ഈ കണക്കിന് പോയ നാട് നന്നാകും. എന്താടി എന്തേ? ഞാൻ ഈ വീട്ടിലൊരു അധിക പറ്റാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്ത് കാര്യം പറ. എന്ത്? ഞാൻ അടുക്കളോട്ട് ചെന്നപ്പോ എന്നെ ഓട്ടിച്ചു വിട്ട്. ആര്? വേറെ ആര്? ഇവിടത്തെ പ്രണയ ജോഡികൾ. ആര്? ചിന്നൂരാമുവാ? ഓ, എന്റെ അപ്പു, അവരുടെ വിചാരം ഇവിടെ ആർക്കും കണ്ണും ചെവിയൊന്നും ഇല്ലെന്നാണ്. എടി, അവര് സന്തോഷമായിട്ട് കാര്യം നിനക്കെന്തര്?
അവര് സന്തോഷായിട്ട് കഴിഞ്ഞോട്ടെ, ആ. അതല്ലല്ലോ ഇപ്പോഴത്തെ വിഷയം. പിന്നെ അപ്പോ രാവിലെ എനിക്ക് വിശന്നു. ആ. അപ്പൊ ഭക്ഷണം ഒന്നും ആയില്ലേന്ന് അറിയാൻ വേണ്ടി ഞാൻ ഒന്ന് അടുക്കളയിലോട്ട് ചെന്നു. ആ. അപ്പൊ നോക്കിയപ്പോ അവിടെ പതിവില്ലാതെ റാമങ്കൾ നിക്കണം. ഉം. അപ്പൊ പതിവില്ലാതെ ഒരാൾ അവിടെ നിക്കുമ്പോ നമ്മൾ ചോദിക്കൂലേ എന്താ കാര്യം എന്ന്. ഓ ഓ ഓ അങ്ങനെ ഞാൻ ചോദിച്ചു. ആ. അപ്പൊ ഒരു റാമങ്കൾ എന്റെ നേരെ അങ്ങ് ചാടിക്കടിച്ചു. നീ എന്തിനും ഇപ്പൊ ഇങ്ങോട്ട് കയറി വന്നത്? നീ ഞങ്ങളുടെ സ്വർഗത്തിലെ കട്ടുറുമ്പായിട്ട് എന്തിനും എപ്പോഴും ഞങ്ങളുടെ ഇടയിൽ പറഞ്ഞേ? നിനക്ക് പോയിരുന്നു പഠിച്ചുകൂടെ? അങ്ങനെയൊക്കെ. എടീ നീ എപ്പോഴും അവിടെ കയറി ചെല്ലുന്നോണ്ടല്ലേ അപ്പൊ ഈ രീതി സംസാരിച്ചത്. നീ അങ്ങോട്ട് പോയിരുന്നാ മതിയല്ലേ? ഇപ്പൊ ഞാനായി കുറ്റക്കാരിയല്ലേ? അല്ല, നമുക്ക് കാണാം അവരെ ഈ സ്നേഹം എത്ര വരെ പോകുമെന്ന്.